CP നേതാവ് ആനി രാജ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച നേതൃയോഗത്തിലുള്ളവർ തന്നെ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന, അദ്ദേഹം സജീവമാകുന്നതിനെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം, കോൺഗ്രസ് പാർട്ടി നേതൃത്വം വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഇഷ്യൂ എന്താണ്? ഇത്തരം ആരോപണങ്ങൾ വന്നാൽ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ, നേതാക്കൾ, അതുപോലെ തന്നെ ജനപ്രതിനിധികൾ ഇവരൊക്കെ തന്നെ ആ മേഖലയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അന്വേഷണത്തെ നേരിട്ട് ഉറപ്പാക്കണം. ഒരു സമയബന്ധിതമായ അന്വേഷണം നടക്കുക എന്നുള്ളത്, അങ്ങനെ നേരിട്ടുകൊണ്ട് അതിന് തീരുമാനം വരുന്നതിന് ശേഷം പിന്നീട് ആ രംഗത്തേക്ക് വരിക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ ധാർമ്മികത നമ്മളോടൊക്കെ ആവശ്യപ്പെടുന്നത്. അപ്പം അതിനെ റിഫ്യൂസ് ചെയ്തുകൊണ്ട്, അതിനെയൊക്കെ ചലഞ്ച് ചെയ്തുകൊണ്ട് നേതൃത്വം തന്നെ അതിന് അപ്പുറത്തേക്ക് ഇതിനൊക്കെ തന്നെ കൂട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമാണ് കോൺഗ്രസ് നേതൃത്വം വരുന്ന ഒരു സാഹചര്യം കാണുകയാണ്. ഇത് അങ്ങേയറ്റം ഇത്തരം വിഷയങ്ങൾ, ഈ സ്ത്രീകളുടെ അന്തസ്സിന് എതിരായിട്ട് വരുന്നുള്ള ഇത്തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ, അതിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ, അത് ലൈംഗിക അതിക്രമണമായാലും മറ്റ് അതിക്രമങ്ങളായിരുന്നാലും എല്ലാം ശരി തന്നെ, ഇതിനെല്ലാം വളരെ ലാഘവത്തോടെ രാഷ്ട്രീയ പാർട്ടികൾ കാണുന്നു എന്നുള്ളത് അങ്ങേയറ്റം ആശങ്കാകുലജനകമായ ഒരു കാര്യമാണ്. ആവർത്തിച്ച് ഇത്തരത്തിലുള്ള എത്ര സംഭവങ്ങൾ നടന്നു കഴിഞ്ഞാലും വീണ്ടും രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം പ്രവൃത്തികൾ, കുറ്റങ്ങളിൽ ഏർപ്പെടുന്നവരെ പിന്തുണയ്ക്കുന്നത് സ്ത്രീകളുടെ പൊതുസുരക്ഷയെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. അതാണ്. അപ്പോൾ ഇതെല്ലാം ഫൈനലി എന്താണ്, ഒരു തെരഞ്ഞെടുപ്പ് 10 വോട്ട് 2 സീറ്റ് എന്നുള്ളതിലേക്ക് ഇത്തരം അതിനപ്പുറത്തേക്ക് ഇതിനൊരു ഗൗരവം കാണാത്ത ഒരു രാഷ്ട്രീയ നേതൃത്വം കോൺഗ്രസിൻ്റേത് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ അത് അങ്ങേയറ്റം ഇത് സ്ത്രീ സുരക്ഷയ്ക്ക്, ഇത് ഇത്തരം രാഷ്ട്രീയ അഭയവും സുരക്ഷയും ഒക്കെ നൽകുന്ന പൊളിറ്റിക്കൽ പാറ്റേണേജ് എന്നുള്ള കാര്യം നമ്മൾ ആവർത്തിച്ച് പറയുന്ന ഒന്നാണ്. അപ്പോൾ അത് അത്തരം സ്ത്രീകളുടെ പൊതുസുരക്ഷയെ സംബന്ധിച്ച് തന്നെ വലിയ ആശങ്ക ഉളവാക്കുന്നതാണ്, ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ സമയബന്ധിതമായി ഇത്തരം ഇപ്പോൾ പരാതി ലഭിച്ചു എന്ന് പറയുന്നു, കേസ് ചാർജ് ചെയ്തെന്ന് പറയുന്നു. അപ്പോൾ അത് സമയബന്ധിതമായി ഈ കേസ് പരിഹരിക്കേണ്ടത്, എങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ഉള്ള കുറ്റകൃത്യങ്ങൾക്ക് ഇരയാകുന്നവർ, അതിലെ സർവൈവ്, അതിൻ്റെ അതിജീവിതകളൊക്കെ തന്നെ മുന്നോട്ട് വരാൻ ഒരു ആത്മവിശ്വാസം അവർ കാണിക്കുന്നില്ല. രാജ്യത്ത് എത്ര നിയമമുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ആ നിയമങ്ങൾ സമയബന്ധിതമായി നീതിപൂർവമായി നടപ്പിലാക്കുന്നുവെന്നുള്ള ഉറപ്പ് വരാത്തിടത്തോളം കാലം ഇത്തരത്തിലുള്ള ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.